വെൽക്കം ഓൾ ഓഫ് യു. ഇൻകം ടാക്സ് അതോറിറ്റീസ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സാധാരണഗതിയിൽ എക്സാമുകളൊക്കെ സ്ഥിരമായിട്ട് SC ആയിട്ടും ഷോർട്ട് SC ഒക്കെ ആയിട്ട് ചോദിച്ചു വരുന്ന ഏരിയയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരെല്ലാമാണ് ഈ ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്, പിന്നെ അവരുടെ ഒരു ജനറൽ പവേഴ്സ്. ഇപ്പോൾ ഏത് അതോറിറ്റി ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള പവേഴ്സ്, അതാണ് ജനറൽ പവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CBDT എടുത്ത് ചോദിക്കാറുണ്ട്. CBDT എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ബോഡിയാണ്, ഇൻകം ടാക്സ് അതോറിറ്റീസിൽ തന്നെ ഏറ്റവും ഉയർന്ന ബോഡിയാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷനും പവേഴ്സും അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ടാക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനും ടാക്സ് കളക്ട് ചെയ്യുന്നതിനും അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ, പ്രൊവിഷൻസ്, അപ്പീൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഏജൻസിയാണ് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ കീഴിൽ ഒരുപാട് വിഭാഗങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന അതോറിറ്റീസാണ് CBDT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് ഇങ്ങനെ വരാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു ഗവൺമെൻറ് ഏജൻസി ഫോർ മോണിറ്ററിങ് ദി ഇൻകം ടാക്സ് കളക്ഷൻ ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻകം ടാക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസി എന്ന നിലയിൽ നമുക്ക് ഇവരെ കാണാം. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇൻകം ടാക്സ് കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ഏജൻസിയൊക്കെ വരുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയപ്പെടാറുണ്ട്. അതൊന്ന് എക്സിക്യൂട്ടീവ് അതോറിറ്റീസാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ജുഡീഷ്യൽ അതോറിറ്റീസാണ്. അപ്പോൾ ഈ അപ്പീൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ജുഡീഷ്യൽ അതോറിറ്റീസാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ മറ്റ് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊവിഷൻസൊക്കെ നടപ്പിൽ വരുത്തുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റീസാണ് ഈ എക്സിക്യൂട്ടീവ് അതോറിറ്റീസ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള അതോറിറ്റീസാണ് സാധാരണഗതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഗണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെല്ലാമാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് സെക്ഷൻ 116 പറയുന്നത്. ഏതാണ്ട് 10 അതോറിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഷോർട്ടായിട്ട് നമുക്ക് CBDT എന്ന് പറയാം. എക്സാമിനൊക്കെ സാധാരണഗതിയിൽ CBDT എന്നാണ് ചോദിക്കാറ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നൊക്കെ പറയാം. ഇവരാണ് ബാക്കിയുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഈ CBDT ആണ്. അപ്പോൾ അതിൻ്റെ താഴെ വേറെ ഒരുപാടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. തേർഡ് വൺ, ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഓരോന്നിനും മറ്റ് പേരുകളുണ്ട്, അതൊന്നും ശ്രദ്ധയിൽ വെച്ചാൽ മതി. അഡീഷണൽ ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഫിഫ്ത്ത് വൺ, ജോയിൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ ജോയിൻറ്റ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ ഡെപ്യൂട്ടി കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഓർ അസിസ്റ്റൻറ്റ് കമ്മീഷണേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. Then income tax officers, income recovery officers, inspectors of income tax. അപ്പോൾ അത് ഓർത്തെടുക്കാൻ വളരെ സിമ്പിളാണ്. ഒക്കെ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ കമ്മീഷണർ അല്ലേ, ഇത്രേ ഉള്ളൂ. ഡയറക്ടർ, കമ്മീഷണർ, അഡീഷണൽ ഡയറക്ടേഴ്സ്, അഡീഷണൽ കമ്മീഷണർ, ജോയിൻറ്റ് ഡയറക്ടർ, ജോയിൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ. ഇതിൻ്റെ മറ്റ് പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ദെൻ ജനറൽ പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞ 10 ഉണ്ടല്ലോ, അതിലേത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ജനറൽ പവേഴ്സ് എന്ന് പറയുന്നത്. അതിലൊന്ന് പവർ റിഗാർഡിംഗ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ്. അത് സെക്ഷൻ 131 പറയുന്നത്. ഇത് പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലൊക്കെ ഒരുപാട് എമൗണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സോഴ്സൊക്കെ വെളിപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ സോഴ്സ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകമായിട്ടാണ് അതിനെ പറയുക. അത് അതർ സോഴ്സിലാണൊക്കെ സാധാരണഗതിയിൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. അത് ഡീംഡ് ഇൻകം എന്നുള്ള ഗണത്തിൽ പെടുത്തും. അപ്പോൾ അതിനൊക്കെ വലിയ ടാക്സ് പിന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് അതിൻ്റെ സോഴ്സ് നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതൊക്കെ ചോദിച്ചറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പവർ ആർക്കുണ്ട്? ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്. അതാണ് ഈ പവർ റിഗാർഡിംഗ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. മറ്റൊന്ന് പവർ ഓഫ് സെർച്ച് ആൻഡ് സീസർ. ഈ സെർച്ച് ചെയ്യുക നമുക്കറിയാം, സീസ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? റെയ്ഡൊക്കെ കേട്ടില്ലേ? അപ്പോൾ ഇതന്നെ സംഭവം, പിടിച്ചെടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്യാൻ, സീസ് ചെയ്യാനുള്ളൊക്കെ അധികാരം. റിക്വിസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റിക്വിസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും നമ്മളെ ഓഫീസേഴ്സ്, കമ്പനിയിലുള്ള ഓഫീസേഴ്സൊക്കെ നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻ്റ്, അസറ്റോ ഇതൊക്കെ കൈവശം വെച്ചാൽ അപ്പോൾ അവരുടെ പക്കൽ നിന്നും അതൊക്കെ ആവശ്യപ്പെടാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? ഈ ടാക്സ് അതോറിറ്റീസിനുണ്ട്. അതാണ് റിക്വിസിഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അപ്ലിക്കേഷൻ ഓഫ് റീറ്റെയിൻഡ് അസറ്റ്സ് സീസ്ഡ് അണ്ടർ സെക്ഷൻ 132 ഓർ 132A ഓർ 132B എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സീസ് ചെയ്തിട്ടുള്ള അസറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ടാക്സ് അതോറിറ്റീസിനുണ്ട് എന്നാണ് പറയുന്നത്. പവർ ടു കാൾ ഫോർ ഇൻഫോർമേഷൻ. അത് ഫ്രം അല്ല, ഫോർ ആട്ടോ. പവർ ടു കാൾ ഫോർ ഇൻഫോർമേഷൻ. പവർ ടു കാൾ ഫോർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ഇൻഫോർമേഷനും നമ്മളിൽ നിന്ന് ചോദിച്ചറിയാനുള്ള ഒരു പവർ, അതാണ് പവർ ടു കാൾ ഫോർ ഇൻഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ ഓഫ് സർവേ നടത്താനുള്ള ഒരു അധികാരം. കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ എനി ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ഇൻകം ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫോർമേഷനും ചോദിച്ചറിയാനുള്ള അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള അധികാരം. ദെൻ അതുപോലെ തന്നെ പവർ ടു ഇൻസ്പെക്ട് രജിസ്റ്റേഴ്സ് ഓഫ് കമ്പനിയിൽ ഒരുപാട് രജിസ്റ്ററുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ദെൻ ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റി. നമുക്ക് പെനാൽറ്റിയൊക്കെ ചുമത്താനുള്ള ഒരു പവർ ടാക്സ് അതോറിറ്റീസുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനറലായിട്ടുള്ള പവേഴ്സാണ്. ദെൻ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ മാത്രമായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ CBDTയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. CBDT എന്ന് പറയുന്നത് സുപ്രീം അതോറിറ്റിയാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. ബാക്കിയുള്ള അതോറിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂടിയിട്ടുള്ള ഒരു അതോറിറ്റീസാണ് CBDT എന്ന് പറയുന്നത്. അപ്പോൾ CBDT ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്ന് CBDT പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഇറ്റ് ഈസ് ദി അപ്പെക്സ് ബോഡി ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ദി CBDT ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1963 റവന്യൂ ആക്ട് പ്രകാരമാണ് ഉണ്ടായിട്ടുള്ള ഒരു ബോഡിയാണ് CBDT എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഓൾറെഡി നമ്മളിത് പറഞ്ഞതാണ്. മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്റാണ് CBDTയിലുള്ള മെമ്പേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെയർമാനും പിന്നെ 6 മെമ്പേഴ്സ് ഉണ്ടാവും. ഈ 6 മെമ്പേഴ്സ് എന്ന് പറയുന്നതിൽ ഒരു മെമ്പർ ഇൻകം ടാക്സ്, മറ്റൊന്ന് ലെജിസ്ലേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷനായിട്ട് ബന്ധപ്പെട്ട്, ദെൻ മൂന്നാമത് പേഴ്സണൽ ആൻഡ് വിജിലൻസ് വിങ്ങിൽ, ദെൻ ഇൻവെസ്റ്റിഗേഷൻ, ഓഡിറ്റ് ആൻഡ് ജുഡീഷ്യൽ, ദെൻ അതുപോലെ റവന്യൂ. ഓക്കെ, ഇത്തരത്തിലുള്ള 6 വിങ് പിന്നെ ഒരു ചെയർമാനും അടങ്ങുന്നതാണ് CBDT എന്ന് പറയുന്ന ഒരു ഫോം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഫങ്ഷൻസ്, പ്രവർത്തനം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഒന്ന് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ഡീലിംഗ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണല്ലോ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട പോളിസി മേക്കിങ്ങും അതുപോലെ തന്നെ അത് ചുമത്തുക. ലെവി ആൻഡ് കളക്ഷൻ, ലെവി ആൻഡ് ചുമത്തുക എന്നുള്ളതാണ്.
ടാക്സ് കളക്ട് ചെയ്യുക, ഇതായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ദെൻ സൂപ്പർവിഷൻ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദി എൻറ്റയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ട് ഇൻകം ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള ആ എൻറ്റയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ സൂപ്പർവിഷൻ ആരെ ചുമലിലാണ്? നമ്മളെ CBDTൻ്റെ കീഴിൽ വരും. ഓക്കെ. ദെൻ CBDTൻ്റെ പവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. പവേഴ്സ് ഓഫ് CBDT പ്രധാനമായിട്ടും മേക്ക് റൂൾസ് റിഗാർഡിങ് ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള റൂൾസുകളൊക്കെ അതൊക്കെ ചെയ്യുന്നത് CBDT ആണ്. ദെൻ ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് അതിലിപ്പോൾ ആൻഡ് ഡയറക്ഷൻസ് ടു അതർ ഇൻകം ടാക്സ് അതോറിറ്റീസ്, ബാക്കി അതോറിറ്റീസിനൊക്കെ ഡയറക്റ്റ് ചെയ്യുക. ദെൻ അഡ്മിറ്റിംഗ് ക്ലെയിം ഫോർ എക്സംഷൻ, ഡിഡക്ഷൻ, റീഫണ്ട് ഓർ റിലീഫ് ആഫ്റ്റർ എക്സ്പയറി ഓഫ് ദി പീരിയഡ്. ഇപ്പോൾ ഒരു നിശ്ചിത സമയമൊക്കെ ഉണ്ടായിരിക്കും നമ്മളെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഡിഡക്ഷൻസും റീഫണ്ടും റിലീഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്യുക. അവരുടെ ആ ക്ലെയിമൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? അതിനുള്ള പവറൊക്കെ CBDTക്കാണുള്ളത്. അപ്പം നമ്മൾ നിശ്ചിത സമയത്ത് നമ്മൾ ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടില്ലായിരിക്കുക. അപ്പോൾ പലപ്പോഴും നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ വീണ്ടും അഡ്മിറ്റ് ചെയ്യാൻ ആർക്ക് പവറുണ്ട്? CBDTക്ക് പവറുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ റിലാക്സേഷൻ ഓഫ് കംപ്ലയിൻസ് റിക്വയർമെൻറ്റ്സ്, അതും ഇതുതന്നെയാണ് പറയുന്നത്. സർട്ടൻ പ്രൊവിഷൻസ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 14 to 15 ആൻഡ് 88 to 80U. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരുപാട് പ്രൊവിഷൻസ് അതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ അതായിട്ട് ബന്ധപ്പെട്ട റിലാക്സേഷൻ. ഓക്കെ. അപ്പോൾ നിയമങ്ങളിൽ റിലാക്സേഷൻ കൊണ്ടുവരാനുള്ള പവർ നമ്മുടെ CBDTക്കാണ് എന്നർത്ഥം. അപ്പോയിൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ബോർഡ് മേ അപ്പോയിൻമെൻറ്റ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ബിലോ ദി റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഡെപ്യൂട്ടി കമ്മീഷണർ. അതായത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഇവരൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവരുടെ താഴെയുള്ള എല്ലാ അതോറിറ്റീസിനും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? CBDTക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഡിക്ലെയറിങ് ആസ് കമ്പനി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു കമ്പനി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ നമ്മുടെ CBDTക്ക് ഉണ്ട്. ദെൻ TRP എന്ന് പറഞ്ഞാൽ ടാക്സ് റിട്ടേൺ പ്രിപ്പയേഴ്സിനാണ്. അത് ഫ്രെയിം ചെയ്യുക, ഇതായിട്ട് ബന്ധപ്പെട്ട സ്കീമും കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യാനുള്ള ഒരു പവർ CBDTക്ക് ഉണ്ട്. ദെൻ പാൻ നമുക്കറിയാലോ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ പാന് ഏത് ഘട്ടത്തിലൊക്കെയാണ് ആവശ്യം എന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ CBDT ആണ്. ദെൻ ജൂറിഡിക്ഷൻ, ഇപ്പോൾ ഓരോ ടാക്സ് അതോറിറ്റീസിൻ്റെയും അധികാര പരിധി ഡിസൈഡ് ചെയ്യുന്നത് CBDT ആണ്. ദെൻ സെർച്ച് ആൻഡ് സീസർ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള പവർ CBDTക്ക് ഓഫ് കോഴ്സ് ഉണ്ട്. ദെൻ ഫൈനലി റിട്ടേൺ ഓഫ് ഇൻകം, പ്രധാനമായിട്ട് അതിൽ പറയുന്നത് പ്രിസ്ക്രൈബ് ക്ലാസസ് ഫോർ പേഴ്സൺസ് ബൈ ഹോം റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് TDS സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഫൈൽഡ് ഇലക്ട്രോണിക്കലി. ഇപ്പം നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് പേഴ്സൺ എന്ന കാറ്റഗറിയിൽ ഒരുപാട് ആളുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ആവാം, HUF അതായത് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി, കമ്പനി, ഫേം, AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതുപോലെ BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ലോക്കൽ അതോറിറ്റി, പിന്നെ ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ, ഇതൊക്കെ പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയാണ് അല്ലേ. അപ്പോൾ ഏത് കാറ്റഗറി എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ ആർക്കുണ്ട്? CBDTക്ക് ഉണ്ട്. റിട്ടേൺ ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം, ഓക്കെ, ഏത് സ്റ്റേറ്റ്മെൻറ്റ് വഴി റിട്ടേൺ ഫയൽ ചെയ്യണം, ഇലക്ട്രോണിക്കലി ആണോ അല്ലാതെയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു പവർ ആർക്കുണ്ട്? CBDTക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് CBDTയുടെ ഒരു പവേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലാത്ത ഒരുപാട് പവേഴ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ നമുക്ക് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമുള്ളതായിട്ടുള്ള കുറച്ച് പവേഴ്സാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. സോ മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഈ ഒരു ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത കൂടിയ ഒരു ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.